അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അത് 5 സുന്ദരികളുടെ വണ്ടിയാണല്ലോ. വാ നോക്കാം, വാ. വണ്ടിക്കകത്ത് ആരുമില്ല. അവര് വണ്ടി പാർക്ക് ചെയ്തിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. വണ്ടിയില്ലാതെ പോവാൻ ഇവിടെ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വളവ് കഴിഞ്ഞാ പിന്നെ വണ്ടി പോവില്ല. ഈ വഴി ഇവിടെ എത്തും. ഈ റൂട്ടിൽ പോയാ മോഴക്കുന്ന് ചുറ്റി സഞ്ചരിക്കാൻ പല ഷോർട്ട് കട്ടുകളും ഉണ്ട്. അവർ മോഴക്കുന്നിലേക്ക് വന്നതാണെങ്കിൽ ഈ റൂട്ടിൽ തന്നെ പോയിരിക്കും. ആരവിനെ ഉളവിൽ പാർപ്പിക്കാൻ പറ്റിയ സ്ഥലം ആ ഭാഗത്തുണ്ടോ? അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ റൂട്ടിൽ പോയല്ലോ. നമുക്ക് ഈ വഴി തന്നെ പോവാം. നമ്മുടെ കാറിൽ ആരാടാ കേറിയത്? ആരോ ഒളിച്ച് കേറിയിട്ടുണ്ടല്ലോ. കാർ ലോക്കല്ലേ? കാറിൽ ഒളിഞ്ഞു കയറാൻ ലോക്ക് എന്തിനാ? ആരും ഇല്ലല്ലോ. അകത്ത് കയറിയും ചാടിപ്പോയ ആരെങ്കിലും നമ്മുടെ പിന്നാലെ ഉണ്ടോ? എല്ലാരും സൂക്ഷിക്കണം. വാടാ, ഓ. ഗബ്രി, ഈ ഓജോ ബോർഡിന്റെ സയന്റിഫിക് റൂൾ എന്താണെന്ന് ആരും ഇതുവരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നിട്ടും ആൾക്കാർ ഇത് വിശ്വസിക്കുന്നത് എന്താ? അനുഭവങ്ങളാണല്ലോ വിശ്വാസം. ഗബ്രിക്ക് ഈ ബോർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും ആത്മാവിനോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതും വെറും ഒരു സാങ്കല്പിക ബോർഡ് മാത്രമാണ്. ഞാൻ ഇത് വിശ്വസിക്കണമെങ്കിൽ എന്റെ കൺമുന്നിൽ ഗബ്രി ഏതെങ്കിലും ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തണം. അതിന് കഴിയോ? എല്ലാ ആത്മാക്കളെയും നമുക്കങ്ങനെ വിളിച്ചു വരുത്താനാവില്ല. അതിനൊരു റീസൺ ഉണ്ടായിരിക്കണം. എന്നെ പിന്തുടരുന്ന ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ശക്തമായിട്ടൊരു റീസൺ ഉണ്ട്. ആ കമ്പിളി പൊതുപ്പായിട്ടുള്ള ആത്മാവിന്റെ ബന്ധം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ ആത്മാവ് ഇവിടെ വരേണ്ടതാണ്. പക്ഷേ ആ ആത്മാവ് അതിന് തയ്യാറാവുന്നില്ല. നീ പറയുന്ന ഈ ആത്മാവ് അവനാണോ അവളാണോ? അവനാണെന്നാണ് ഞാൻ ഇത്രയും നാളും കരുതിയത്. പക്ഷെ ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു, അതവനല്ല, അവളാ. ഇതെങ്ങനെ താഴെ വീണു? അവളോ? നിനക്ക് വന്ന കോൾ ഒരു പുരുഷന്റേതായിരുന്നല്ലോ. അപ്പോ കോൾ ചെയ്ത ആള് ഗോസ്റ്റ് അല്ലേ? കോൾ ചെയ്തത് ഒരു ആത്മാവാണെങ്കിൽ ആണായിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. താനൊരു സ്ത്രീയാണെന്ന് സംശയിക്കാതിരിക്കാൻ അവൾ അവനായിട്ട് സംസാരിച്ചതാ. വാട്ട്? അൺബിലീവബിൾ. കോൾ ചെയ്ത ആള് ഗോസ്റ്റ് ആണെങ്കിൽ ആ ഗോസ്റ്റ് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞു. നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് നീ ഈ ഓജോ ബോർഡ് പരീക്ഷിക്കുന്നത്? ഏത് മനുഷ്യനെ ആത്മാക്കൾക്ക് കബളിപ്പിക്കാനാവും, എന്നാ ഓജോ ബോർഡിനെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. ആത്മാവിന്റെ റിയൽ വോയിസ് അതെനിക്കിവിടെ അനുഭവിക്കാൻ കഴിയും. എനിക്ക് ത്രില്ല് കൂടി കൂടി വരുന്നു. ഇതെങ്ങനെയാ നടക്കുന്നേ? നിനക്ക് ഞാനത് ബോധ്യപ്പെടുത്തി തരാം. ജോസഫേട്ടാ, ജോസഫേട്ടാ, ഒന്ന് വന്നേ. സാറെന്തിനാ വിളിക്കുന്നേ? പപ്പയുടെ മുറിയിൽ നിന്നാണല്ലോ.
ആദ്യം ഇതാ ബോർഡ് ഇതുപോലെ സെറ്റ് എന്താ ചെയ്ത് സർ? ആ ജോസഫേട്ടാ എല്ലാ വാതിലും ജനലും അടച്ചേക്ക്. ഈ കാര്യം ചെയ്യണോ സർ? ആ ജോസഫേട്ടൻ ഞാൻ പറയുന്നത് കേക്ക്. ചെല്ലേ. ശരി സർ. ഈ സ്ത്രീ ഇവിടെ വന്നിരിക്കുന്നത് സാറിനെ വഴിതെറ്റിക്കാനാണല്ലോ. എങ്ങനെയെങ്കിലും സാറിനെ ഈ ചിന്താഗതിയിൽ നിന്നും മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ ഈ സ്ത്രീ കുളം കലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ജോസഫേട്ടാ ഒന്ന് വേഗം. ഓ സാർ, ഇപ്പൊ ചെയ്യാം സാർ. നീ പ്രതീക്ഷിക്കുന്ന ആത്മാവ് ഇതിൽ വരുന്ന ഉറപ്പാണോ? 100% ഉറപ്പാണ്. ഇത്തവണ അവൾ വരും. അവൾക്ക് വരാതിരിക്കാൻ കഴിയില്ല. ഈ വീട്ടിലാണോ സംസാരിക്കാത്ത ആ സ്ത്രീ താമസിക്കുന്നത്? അതെ, ഈ വീട്ടിലാ. ഈ വീട് കണ്ടിട്ട് ശരിക്കും ഒരു പ്രേതാലയം പോലെ തോന്നുന്നുണ്ട്. അത് പഴയ വീടായതുകൊണ്ട് തോന്നുക. ഈ പ്രദേശത്ത് ആരും അങ്ങനെ പുതിയ വീട് വെക്കാറൊന്നുമില്ല. മലവെള്ളപ്പാച്ചിലുള്ള സ്ഥലമാ, അതുകൊണ്ടാ ഈ വീടിന് ഇങ്ങനൊരു ഫീല്. ഈ വീട്ടിലിപ്പോ താമസക്കാരുള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഈ പ്രദേശത്ത് ആരും അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാറില്ല. അന്ന് ഞങ്ങൾ വന്നപ്പോഴും ആളനൊക്കെ ഇല്ലാത്ത വീട് പോലെയാ തോന്നിയത്. പക്ഷേ ഇതിനകത്ത് ആളുണ്ടായിരുന്നു, അല്ലേ ആരവ്? അതെ. വിളിച്ചു നോക്കാം, ആരെങ്കിലും അകത്തുണ്ടോന്ന് അറിയാലോ. ഹലോ 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 കിരൺ, ആ സ്ത്രീ മാത്രമേ ഇവിടെ ഉള്ളൂവെങ്കിൽ നമ്മൾ എത്ര വിളിച്ചാലും വിളി കേൾക്കില്ല. അവർക്ക് കേൾവിശക്തി ഇല്ലാത്തതാ. അല്ല, അവരുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവില്ലേ? നോക്കട്ടെ.